ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കണ്ടിട്ട് ബാക്കി പറയാം. തിരിപ്പാടേ ഭാര്യ സമര സഖാവിനെ കാത്തിരിപ്പാടേ ദുഷ്ടമോൾ 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 മംഗലിതന പാട്ടിലിന്നു മംഗളമാണേ മംഗലിതന പാട്ടിലിന്നു മംഗളമാണേ കാണാത്ത കാഴ്ച സമതി കാണിക്കും പല കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും. സമദ് സഖാഫിയുടെ ഒരു കല്യാണവും അതിനോടനുബന്ധമായിട്ട് അവരുടെ സുഹൃത്തുക്കൾ പാടിയ ഒരു പാട്ടുമാണ് ഇപ്പോൾ വിവാദമായത്. ട്രെൻഡിങ് എന്നൊക്കെ പറയാം, നമുക്ക് വൈറലായി എന്നൊക്കെ പറയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു പാട്ടിന് വിവാദമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുടെ വീഡിയോകളും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വലിയ പ്രാസംഗികന്മാരൊക്കെ അതിനെ എതിർത്ത് സംസാരിക്കുന്നതും കണ്ടു. സത്യത്തിൽ അത്രത്തോളം വിവാദമാക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. ഇനി പ്രസംഗിക്കുന്ന ആൾക്കാരും ഇനി അതല്ലെങ്കിൽ അതിനെ കല്ലെറിയുന്ന ആൾക്കാരൊക്കെ കുറ്റം ചെയ്യാത്തവരാണോ ഇനി അതല്ലെങ്കിൽ മിസ്റ്റർ ക്ലീൻ ആണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാമല്ലോ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്ക് അതിനെ എന്താ പറയുക, നഖശികാന്തം എതിർത്ത് ആ ഒരു കുടുംബത്തെയൊക്കെ നടുറോഡിലേക്ക് വലിച്ചെറിഞ്ഞ് അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. മറ്റുള്ളവരുടെ വേദനകളോ സങ്കടങ്ങളോ വിഷമങ്ങളൊന്നും ആർക്കും അറിയണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അതാണ് കേരളത്തിലെ തന്നെ ഒരു പ്രഗത്ഭനായ ഒരു പ്രാസംഗികൻ വളരെ വികാരഭരിതമായിട്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹമൊക്കെ റേറ്റ് ഉറപ്പിച്ചിട്ടാണ് എന്താ പറയുക ഈ പ്രഭാഷണങ്ങൾക്ക് പോവുക. ദീന് പറയാൻ റേറ്റ് ഉറപ്പിച്ച് പോകുന്ന ആളാണ്. ഇവരൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്ന കുറ്റം പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അവിടെ ഇപ്പോൾ ഒരു കല്യാണം, ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു രാത്രിയിൽ ആ പുയ്യാപ്പിളയുടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു പാട്ട് പാടി, അത്രയേ ഉള്ളൂ. അതിൻ്റെ വരികൾക്കിടയിലൂടെ എഴുകി പരിശോധിച്ച് അതിലെന്തൊക്കെയോ പോരായ്മകളുണ്ട്, ഇനി അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ പല തലങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെ ഒരു ആവശ്യമില്ല. കാരണം ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഉള്ള ആ ഒരു പാട്ടുകളൊക്കെ എന്തൊക്കെയാ അർത്ഥം, ഇതൊക്കെ നമുക്ക് അർത്ഥം നോക്കാൻ പറ്റും. അർത്ഥം നോക്കാതെ തന്നെ മ്ലേച്ഛമായ രീതിയിലുള്ള വരികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രശ്നമുണ്ടോ? നമ്മളെവിടെയെങ്കിലും യാത്ര ചെയ്യുന്നതാണെങ്കിലും വീട്ടിലൊക്കെ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവിടെ കുറച്ച് എന്താ പറയുക സഖാഫികൾ ഇനി അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ പാട്ട് പാടുമ്പോഴേക്ക് ഭയങ്കര വിവാദം. ശരിയല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ഏത് രീതിയിലാണ് നല്ല രീതിയിൽ നടത്തേണ്ടത്, ആരെക്കൊണ്ടും പറയിപ്പിക്കാണ്ട് എന്നൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ വരൻ്റെ സുഹൃത്തുക്കളാണ്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ലോ കേട്ടോ, പൊതുവേ പറയാം. നല്ല അച്ചടക്കത്തോടു കൂടി അവർ വന്നുപോയി എന്ന് പറയുമ്പോൾ ആ സുഹൃത്തുക്കൾ, വരൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ അച്ചടക്കമുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ലാതെ ആ സുഹൃത്തുക്കൾ തന്നെ വിചാരിച്ചാൽ റോഡിൽ കോപ്രായങ്ങൾ കാണിക്കുക വണ്ടി കൊണ്ട്, അതുപോലെ തന്നെ ചടങ്ങുകൾ പൊട്ടിക്കുക, മറ്റ് എന്താ പറയുക മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. ഇതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന വരൻ്റെ സുഹൃത്തുക്കളായിരിക്കും. അവർ വിചാരിച്ചാൽ കല്യാണം ഇത്ര മനോഹരമാക്കണമെങ്കിൽ മനോഹരമാക്കാം, ഇതെല്ലാം ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ പറയിപ്പിക്കാം. അപ്പോൾ ഈ ഏതെങ്കിലും എന്താ പറയുക കല്യാണങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പൊതുവെ നമ്മൾ കാണുന്നത് വരൻ്റെ കൂടെ വരുന്ന ആൾക്കാർ നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റേതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ആൾക്കാർ പാട്ട് പാടിയെന്നോ ഏതല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ അർത്ഥങ്ങൾക്ക് ഇടയിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ അത് പോരാ, ഇനി അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിയല്ല എന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ നമ്മളെ മൈൻഡിൻ്റെ കൂടി പ്രശ്നമായിരിക്കുന്നേ. അതൊക്കെ ശ്രദ്ധിച്ചാൽ പ്രശ്നമൊന്നുമില്ല. വെറുതെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് വിവാദമാക്കിയിട്ട് ഒരു കുടുംബത്തെയോ ഇനി അതല്ലെങ്കിൽ മറ്റാൾക്കാരെയൊക്കെ വേദനിപ്പിക്കുന്ന ആ ഒരു രീതി ശരിയല്ല. ഇത് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്.